ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന, അതായത് 2025 വർഷത്തെ LHS എക്സാമിൻ്റെ ആൻസേഴ്സാണ്. ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതായത് പേപ്പർ 1 ആണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ ഒരു വാചകത്തിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആരല്ലൻ ഗുരുനാഥർ ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ വരികൾ ആരുടേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാരെ, ആരുടേതാണ്? അതെ, ഒളപ്പമണ്ണയാണല്ലേ. കവി ഒളപ്പമണ്ണയുടെ വരികളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആൻസർ ഒളപ്പമണ്ണ. ദെൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാൾക്കൊല്ലയെ നോമലുണ്ണി എന്ന വരിയിൽ മാഴ്കുക എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? മാഴ്കുക എന്ന വാക്കിൻ്റെ അർത്ഥമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ദുഃഖിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക എന്നൊക്കെയാണ് മാഴ്കുക എന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാം ക്ലാസ്സിലെ പാഠഭാഗവും അത് ഉൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ് താഴെ ജോഡിയായി തന്നിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയത് എഴുതുക. വെണ്ണക്കണ്ണൻ, കൃഷ്ണഗാഥ, പത്തായം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, മലയാളം വള്ളത്തോൾ കവിതകൾ, സ്നേഹം ദാൻ ശക്തി, ഇത്തിരി കാര്യം. എന്താണ് ആൻസർ? ഇത്തിരി കാര്യം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്? ഇത്തിരി കാര്യം. അപ്പോൾ വിട്ടുപോയത് ഇത്തിരി കാര്യമാണ് അല്ലേ. ഓക്കെ, ദെൻ കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ് ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, നുകമാണ്. ഏതാണ്? നുകം. ഓക്കെ, ദെൻ പച്ച പ്ലസ് പുൽമേട് ചേർത്തെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? അതെ, പച്ച പുൽമേട് അല്ലേ, പച്ച പുൽമേട്. ദെൻ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം. നോക്കാം നമുക്ക്. ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ഭൗമമാണല്ലേ. ആൻസർ ഏതാണ്? ഭൗമം. ദെൻ ചേട്ടാ പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. അടിവരയിട്ട വാക്യത്തിൻ്റെ വിട്ടുപോയ ചിഹ്നം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വിട്ടുപോയ ചിഹ്നം? അതെ, ആൻസർ സി ആണല്ലേ. ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദെൻ അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളംകളിയിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിലല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? അതെ, അപാരം. ആൻസർ എന്താണ്? അപാരം. ദെൻ ശരിയായി എഴുതിയ പദമേത്? വിദ്യാർത്ഥി, സമൃദ്ധി, വിശിഷ്ടാതിഥി, പ്രതിധ്വനി. അപ്പോൾ ഇതിൽ ശരിയായിട്ട് എഴുതിയിട്ടുള്ള പദമേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ, പ്രതിധ്വനിയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ദെൻ കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്ഷി, ലോചനം, നയനം. തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കൂ. നളിനം, സ്വനം, മിഴി, ഗാത്രം. ഇതിലേതാണ് ഇനി കൂട്ടത്തിൽ ചേർക്കാവുന്നത്? യെസ്, മിഴിയാണല്ലേ. അക്ഷി, ലോചനം, നയനം, മിഴി. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു കവിതാ ഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ നോക്കാം. ഉച്ചവെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടെന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉച്ചവെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതെ, അച്ഛൻ്റെ ചിന്തയാണല്ലേ. എന്താണ്? അച്ഛൻ്റെ ചിന്ത. ദെൻ അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ ഏതാണ് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? യെസ്, അന്തിക്കു മാനത്ത് എന്ന് തുടങ്ങുന്ന വരികളാണല്ലേ. അന്തിക്കു മാനത്ത്. ദെൻ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ എഴുതിയിട്ടുണ്ടല്ലോ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അതെ, ആത്മകഥയാണല്ലേ. ആൻസർ എന്താണ്? ആത്മകഥ. ദെൻ പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരെ നന്ദി നന്ദി നന്ദി. സുഗതകുമാരി. ഈ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? അതെ, തോഴനാണല്ലേ. ഏതാണ്? തോഴൻ. ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ആരെക്കുറിച്ചാണ് നമ്മൾ ജീവചരിത്രക്കുറിപ്പ് എഴുതേണ്ടത്? യെസ്, സുഗതകുമാരിയാണല്ലേ. ഹിൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. 13th ക്വസ്റ്റ്യൻ ആണ് അല്ലേ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നമുക്കൊരു പാസേജ് നൽകിയിട്ടുണ്ട്. അത് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പാസേജ് വായിച്ച് നോക്കാം. എ ഫുൾ മൂൺ വാസ് റൈസിംഗ്. ലിറ്റിൽ സ്റ്റാർസ് were blinking to greet the moon. A soft wind carried the fragrance of wild flowers into the room. From the distant skies Ivan heard the song of a nightingale.
A soft wind carried the fragrance of wild flowers. Which term can be used instead of soft wind? സോഫ്റ്റ് വിൻഡ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന പദം അല്ലേ, സോഫ്റ്റ് വിൻഡ് എന്ന വേർഡിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? സ്റ്റോം, ഗെയിൽ, ബ്രീസ്, സൈക്ലോൺ. അപ്പോൾ സോഫ്റ്റ് വിൻഡ് എന്ന വേർഡിന് പകരം അതേ ബ്രീസ് ആണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് എ മീനിങ് ഫുൾ വേർഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഷീ ലൈക്സ് ദ ഡേഷ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ്. ഏതായിരിക്കും അവിടെ? ഏതാണ് വരേണ്ടത്? അതേ ഫ്രാഗ്രൻസ് ആണ് അല്ലേ, സുഗന്ധമല്ലേ, ഫ്രാഗ്രൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ദ എബോവ് പാസേജ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് നൈറ്റ് സീൻ ദാറ്റ് കിങ് ഇവാൻ സോ ത്രൂ ഹിസ് വിൻഡോ. ഇഫ് ഇറ്റ് വാസ് ഇൻ മോർണിംഗ് വാട്ട് കുഡ് ബി ദ സീൻ? ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ ഒരു മോർണിംഗ് സീന് നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. Okay, gulab jamun, rasgulla, burfi, jalebi, laddu, yell hawker and the entrance. Yell the hawker at the entrance. He called out at the passers by many colored sweets decorated with leaves of silver and gold were seen. The child started open and his mouth watered. The child stared open-eyed. Which motion of the child indicated here? Yes, the child stared open-eyed and his mouth watered. Then first question endana? The child stared open and which emotion of the child indicated here? അവൻ്റെ ഏത് ഇമോഷനാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഇമോഷനാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? അതെ, അത്ഭുതമാണ് അല്ലേ. ആൻസർ എന്താണ്? വണ്ടർ. ദെൻ ഹിസ് മൗത്ത് വാട്ടേഡ്. വൈ? അവൻ്റെ വായിൽ വെള്ളം വന്നു. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, ഹി വിഷ് ടു ഈറ്റ്. അവന് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ. യെസ്, ഹി വിഷ് ടു ഈറ്റ് സ്വീറ്റ്സ്. ഹി വിഷ് ടു ഈറ്റ് ദ സ്വീറ്റ്സ്. തേർഡ് ഓപ്ഷനാണ് വരുന്നത്. ദെൻ ദ ചൈൽഡ് വെൻറ്റ് നിയർ ദ സ്വീറ്റ് ഷോപ്പ്. ഹി ലുക്ക്ഡ് അറ്റ് ദ സ്വീറ്റ്സ് ദ ഷോപ്പ് കീപ്പർ സോ ദ ചൈൽഡ് റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ ഷോപ്പ് കീപ്പർ. ചൈൽഡും ഷോപ്പ് കീപ്പറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമ്മൾ നോക്കുക GK ക്വസ്റ്റ്യൻ എന്നാണ്. നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? അതെ, MT വാസുദേവൻ നായരാണ് അല്ലേ. ആൻസർ MT വാസുദേവൻ നായർ. ദെൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ, അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നാണ് ചോദിച്ചത്. ആരാണ്? വി നാരായണനാണ്. ആൻസർ എന്താണ്? വി നാരായണൻ. ഓപ്ഷൻ D ആണ് ആൻസർ. ദെൻ 17ാമത്തെ ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? വിമാനത്താവളം ഇല്ലാത്ത ജില്ല എന്ന് പറയുന്നത് അതേ കോഴിക്കോടാണല്ലേ. ആൻസർ കോഴിക്കോട്. ദെൻ ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? അതെ, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ C. ദെൻ ഓമനത്തിങ്കൾക്കിടാവോ നല്ല കോമള താമരപ്പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് കൂട്ടുകാരെ? അതെ, ഇരയിമ്മൻ തമ്പിയാണ് അല്ലേ. ആൻസർ ഇരയിമ്മൻ തമ്പി. ദെൻ പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? അതേ, ഗുഗേഷ് ആണ് അല്ലേ. ആൻസർ D ഗുഗേഷ്. ദെൻ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതുമായ കലാരൂപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അതേ, കഥകളിയാണ് അല്ലേ. ആൻസർ എന്താണ്? കഥകളി. ദെൻ 2024 ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ജില്ലയിലാണ്? അതെ, വയനാടാണല്ലേ. ആൻസർ എന്താണ്? വയനാട്. ദെൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അതെ, അരുണാചൽ പ്രദേശ് ആണല്ലേ. ആൻസർ അരുണാചൽ പ്രദേശ്. ദെൻ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? വൃക്കയാണല്ലേ. ആൻസർ വൃക്ക.